നമസ്കാരം, മീഡിയ സ്റ്റാറിലേക്ക് സ്വാഗതം. യുഎയിൽ പ്രവർത്തിക്കുന്ന ബഹുരാഷ്ട്ര കമ്പനികൾക്ക് പുതിയ നികുതി ഏർപ്പെടുത്തി. ജനുവരി മുതൽ എംഎൻസികൾ ലാഭത്തിന്റെ 15% വാർഷിക നികുതി നൽകേണ്ടി വരും. 750 ദശലക്ഷം യൂറോയിൽ കൂടുതൽ ആഗോള വരുമാനമുള്ള ബഹുരാഷ്ട്ര കമ്പനികൾക്കാണ് UAE പുതിയ നികുതി ഏർപ്പെടുത്തിയത്. ഡൊമസ്റ്റിക് മിനിമം ടോപ്പ് അപ്പ് ടാക്സ് എന്ന പേരിൽ ധനമന്ത്രാലയമാണ് പുതിയ നികുതി പ്രഖ്യാപിച്ചത്. 2025 ജനുവരി 1 മുതൽ വൻകിട മൾട്ടിനാഷണൽ കമ്പനികൾ ഈ നികുതി നൽകേണ്ടി വരും. നിലവിൽ UAEയിൽ 9% വാണിജ്യ സ്ഥാപനങ്ങളുടെ കോർപ്പറേറ്റ് ടാക്സ്. 4 സാമ്പത്തിക വർഷത്തിൽ 2 വർഷം 750 മില്യണോ അതിൽ കൂടുതലോ യൂറോ ആഗോള വരുമാനമുണ്ടാക്കുന്ന MNCകളാണ് പുതിയ നികുതി നൽകേണ്ടി വരിക. നികുതി സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ധനമന്ത്രാലയം പിന്നീട് പുറത്തുവിടും. UAEയിലെ നികുതി രംഗം ആഗോളതലത്തിൽ സുതാര്യമാക്കാനും കമ്പനികളുടെ മത്സരക്ഷമത പ്രോത്സാഹിപ്പിക്കാനുമാണ് പുതിയ നികുതി ലക്ഷ്യമിടുന്നതെന്ന് ധനമന്ത്രാലയം പറഞ്ഞു. മീഡിയ 1, ദുബായ്. ഇ വിസ സേവനം താൽക്കാലികമായി നിർത്തിവെച്ച് കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം. നേരത്തെ ഇ വിസ അനുവദിച്ചിരുന്ന 53 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കാണ് താൽക്കാലികമായി നിർത്തിവെച്ചത്. ഇ വിസ സംവിധാനം നവീകരിക്കുന്നതിനുള്ള വിപുലമായ പദ്ധതിയുടെ ഭാഗമായാണ് നടപടിയെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. സേവനങ്ങൾ പുനരാരംഭിക്കുന്നതിന് പ്രത്യേക സമയക്രമം നൽകിയിട്ടില്ല. എന്നാൽ ഈ കാലയളവിൽ ടൂറിസ്റ്റ് വിസ ഓൺ അറൈവലിനായി അപേക്ഷിക്കാമെന്ന് മന്ത്രാലയം അറിയിച്ചു. ഖത്തർ ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായി യാത്രാ നിരക്കിൽ ഇളവുമായി ഖത്തർ എയർവേസ്. ഈ മാസം 18 വരെ ബുക്ക് ചെയ്യുന്ന ടിക്കറ്റുകൾക്ക് 30% ഇളവാണ് ലഭിക്കുക. ബിസിനസ് ക്ലാസ്, ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റുകളിൽ 20% ഇളവ് ലഭിക്കും. ഡിസംബർ 26 മുതൽ മെയ് 31 വരെ യാത്ര ചെയ്യാനുള്ള ടിക്കറ്റുകൾ ഇപ്പോൾ ഇളവോടുകൂടി ബുക്ക് ചെയ്യാം. സ്റ്റാർലിങ്കുമായി സഹകരിച്ചുള്ള ഇന്റർനെറ്റ് സേവനം എല്ലാ വിമാനങ്ങളിലും ലഭ്യമാക്കുമെന്ന് ഖത്തർ എയർവേസ്. അടുത്ത വർഷം അവസാനത്തോടെ എല്ലാ യാത്രക്കാർക്കും സേവനം ലഭ്യമാക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്ന് CEO ബദർ അൽമീർ പറഞ്ഞു. കഴിഞ്ഞ ഒക്ടോബറിൽ സ്റ്റാർലിങ്കുമായി സഹകരിച്ച് വയർലെസ് ഇന്റർനെറ്റ് സൗകര്യമുള്ള ലോകത്തെ ആദ്യത്തെ ബോയിംഗ് 777 വിമാനം ഖത്തർ എയർവേസ് അവതരിപ്പിച്ചിരുന്നു. മുഴുവൻ വിമാനങ്ങളിലും ഈ സേവനം ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ ഊർജിതമായി പുരോഗമിക്കുകയാണ്. ഈ വർഷം അവസാനത്തോടെ 14 വിമാനങ്ങളിൽ സേവനം ലഭ്യമാക്കും. ഏപ്രിൽ മെയ് മാസത്തോടെ ഇത് 60 വിമാനങ്ങളിലേക്ക് വ്യാപിപ്പിക്കും. വർഷാവസാനത്തോടെ ഖത്തർ എയർവേസിന്റെ മുഴുവൻ വിമാനങ്ങളിലും ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കുകയാണ് ലക്ഷ്യമെന്ന് CEO ബദർ അൽമീർ പറഞ്ഞു. യാത്രക്കാരുടെ സുരക്ഷയും ഏറ്റവും മികച്ച സേവനങ്ങളുമാണ് ഖത്തർ എയർവേസിന്റെ മുൻഗണന. പ്രതിദിനം 300ഓളം സർവീസുകളാണ് കമ്പനി നടത്തുന്നത്. 2 ലക്ഷത്തിലേറെ യാത്രക്കാരെ പ്രതിദിനം ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് എത്തിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ദോഹ ഫോറത്തിൽ ന്യൂസ് മേക്കർ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മീഡിയ 1, ദോഹ. കുവൈറ്റിൽ സിവിൽ ഐഡിയിൽ പുതിയ താമസ സ്ഥലം അപ്ഡേറ്റ് ചെയ്യാത്ത 119 പേരുടെ വിലാസങ്ങൾ റദ്ദാക്കി. കെട്ടിടങ്ങൾ പൊളിച്ചതിനെ തുടർന്നും ഉടമകൾ നൽകിയ വിവരങ്ങൾ അനുസരിച്ചുമാണ് നടപടിയെന്ന് പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ അറിയിച്ചു. രേഖകൾ നീക്കം ചെയ്യപ്പെട്ടവർ 30 ദിവസത്തിനകം പാസി ഓഫീസ് സന്ദർശിച്ച് വിലാസങ്ങൾ രജിസ്റ്റർ ചെയ്യണം. നിശ്ചിത സമയപരിധിക്കുള്ളിൽ വിലാസങ്ങൾ അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ 100 ദിനാർ പിഴ അടക്കമുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. കുവൈറ്റിൽ പ്രകടനങ്ങൾക്കും ആഘോഷ മാർച്ചുകൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തി. രാജ്യത്തെ മൂല്യങ്ങളെ അപമാനിക്കുന്നതോ ഗതാഗതം തടസ്സപ്പെടുത്തുന്നതോ ആയ പ്രവർത്തനങ്ങൾക്ക് കർശന നടപടി സ്വീകരിക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. നിയമം ലംഘിക്കുന്ന പ്രവാസികളെ നാടുകടത്തുമെന്ന് അധികൃതർ വ്യക്തമാക്കി. പർവ്വത കൊടുമുടിയിൽ കുടുങ്ങിയ 2 ഏഷ്യൻ സഞ്ചാരികളെ രക്ഷപ്പെടുത്തി റാസൽ ഖൈമ പോലീസ്. 3000 അടി ഉയരത്തിൽ നിന്നാണ് ഇവരെ രക്ഷപ്പെടുത്തിയത്. കൊടുമുടിയിൽ 2 ടൂറിസ്റ്റുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്ന് റാസൽ ഖൈമ പോലീസിന്റെ ഓപ്പറേഷൻ റൂമിലാണ് വിവരം ലഭിച്ചത്. ഉടൻ തന്നെ പോലീസിലെ എയർ വിംഗ് ഡിപ്പാർട്ട്മെന്റ് ഹെലികോപ്റ്ററിൽ പ്രദേശത്തേക്ക് തിരിക്കുകയായിരുന്നു. സഞ്ചാരികൾക്ക് അടിയന്തര സഹായം നൽകിയ പോലീസ് ഇവരെ സുരക്ഷിതമായി താഴത്തെത്തിച്ചു. ഇരുവരും ആരോഗ്യത്തോടെ ഇരിക്കുന്നുവെന്ന് പോലീസ് അറിയിച്ചു. മലനിരകളിലൂടെയും താഴ്വരയിലൂടെയും നടക്കുമ്പോൾ സഞ്ചാരികൾ ജാഗ്രത പാലിക്കണമെന്ന് റാസൽ ഖൈമ പോലീസ് അഭ്യർത്ഥിച്ചു. ജീവൻ അപകടത്തിലാക്കുകയും രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കുകയും ചെയ്യുന്ന ദുർഘട പ്രദേശങ്ങളിലേക്കോ ഉയരങ്ങളിലേക്കോ കയറുന്നത് ഒഴിവാക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു. മീഡിയ 1, റാസൽ ഖൈമ. അടുത്ത ദിവസങ്ങളിൽ സൗദി അറേബ്യയുടെ വിവിധ പ്രദേശങ്ങളിൽ തണുപ്പ് കൂടും. ഹൈറേഞ്ച് മേഖലകളിൽ താപനില കുറയാനും സാധ്യതയുണ്ട്. എന്നാൽ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ തണുപ്പ് കുറവായിരിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ആവർത്തിക്കുന്നത്.
ഇന്നു മുതൽ സൗദിയുടെ വിവിധ പ്രദേശങ്ങളിൽ അതിശൈത്യമുണ്ടാവുമെന്നാണ് രാജ്യത്തെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ രേഖപ്പെടുത്തിയതിനെ അപേക്ഷിച്ച് 5 മുതൽ 7 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില കുറയും. ഇത് ദിവസങ്ങളോളം നീണ്ടു നിൽക്കും. തബൂക്ക് പ്രവിശ്യയിലാണ് ഏറ്റവും കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുക. ഇവിടങ്ങളിലെ ഹൈ റേഞ്ചുകളിലും താഴ്വരകളിലും താപനില 1 ഡിഗ്രി വരെ താഴ്ന്നേക്കും. ഹായിൽ, അൽജൗഫ്, അൽ ഖസീം തുടങ്ങിയ സ്ഥലങ്ങളിലും ശക്തമായ തണുപ്പ് അനുഭവപ്പെടും. ഇവിടങ്ങളിൽ മഞ്ഞുവീഴ്ചയ്ക്കും സാധ്യതയുണ്ട്. തണുപ്പിനെ നേരിടാൻ ആവശ്യമായ മുന്നൊരുക്കങ്ങളും തയ്യാറെടുപ്പുകളും വേണമെന്ന് കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അൽ സൗദയിൽ 4 ഡിഗ്രിയും ഖുറയ്യാത്തിൽ 5 ഡിഗ്രിയും അബഹ, അറാർ, തുറൈഫ് എന്നിവിടങ്ങളിൽ 6 ഡിഗ്രി സെൽഷ്യസുമാണ് ഇന്നത്തെ ഏറ്റവും കുറഞ്ഞ താപനില. ജിദ്ദ, മക്ക, മദീന എന്നിവിടങ്ങളിൽ നിലവിൽ മികച്ച കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. സാബിത് സലീം, മീഡിയ 1, ജിദ്ദ. സൗദിയിൽ സാംസങ് പേ സേവനം ആരംഭിക്കുന്നു. സൗദി സെൻട്രൽ ബാങ്കാണ് ഇത് സംബന്ധിച്ച് വിവരങ്ങൾ പുറത്തുവിട്ടത്. ദേശീയ പേയ്മെന്റ് സംവിധാനമായ മദ വഴിയാണ് സാംസങ് പേ പ്രവർത്തിക്കുക. രാജ്യത്തിന്റെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് മൊബൈൽ പേയ്മെന്റ് സംവിധാനമായ സാംസങ് പേ സൗദിയിൽ ആരംഭിക്കുന്നത്. സൗദിയിൽ സാംസങ് മൊബൈൽ ഉപഭോക്താക്കൾക്ക് ഇതുവഴി ഡിജിറ്റൽ പേയ്മെന്റ് നടത്തുവാൻ സാധിക്കും. സാംസങ് പേ ഉപഭോക്താക്കൾക്ക് സാംസങ് വാലറ്റ് വഴി മദ കാർഡുകൾ, ക്രെഡിറ്റ് കാർഡുകൾ, മറ്റു പേയ്മെന്റ് സംവിധാനങ്ങൾ എന്നിവ അവരുടെ ഫോണിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നുവെന്നതാണ് പ്രത്യേകത. ഇതുവഴി ഏതു തരത്തിലുള്ള പേയ്മെന്റുകളും സാധ്യമാകും. ഓൺലൈൻ ഇടപാടുകൾ മാത്രമല്ല, ഫിസിക്കൽ സ്റ്റോറുകൾക്ക് വരെ സാംസങ് പേ ഉപയോഗപ്പെടുത്താനാകും. ഡിജിറ്റൽ ഇടപാടുകൾ നവീകരിക്കുക, എളുപ്പവും സുരക്ഷിതവുമായ പേയ്മെന്റ് സംവിധാനങ്ങൾ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് പരിഷ്കരിക്കുക, രാജ്യത്തിന്റെ മൊബൈൽ ബാങ്ക് പേയ്മെന്റ് സംവിധാനം മികച്ചതാക്കുക തുടങ്ങിയവയാണ് പുതിയ നീക്കങ്ങൾ ലക്ഷ്യമിടുന്നത്. മീഡിയ 1, ജിദ്ദ. പ്രവാസികളുടെ മക്കൾക്ക് ഇന്ത്യയിൽ ബിരുദ പഠനം നടത്താൻ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച സ്കോളർഷിപ്പിന് അപേക്ഷിക്കാനുള്ള സമയപരിധി നീട്ടി. ഈ മാസം 27 വരെ പഠന സഹായത്തിന് അപേക്ഷ സമർപ്പിക്കാമെന്ന് അറിയിച്ചുകൊണ്ട് സർക്കാർ പുതിയ സർക്കുലർ ഇറക്കി. 150 വിദ്യാർത്ഥികൾക്കാണ് ഈ സ്കോളർഷിപ്പ് ലഭിക്കുക. കേന്ദ്ര സർക്കാരിന്റെ SPDC സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ നവംബർ 30 വരെയാണ് നേരത്തെ സമയപരിധി നിശ്ചയിച്ചത്. ഇത് ഡിസംബർ 27 വരെ നീട്ടിയതായി അബുദാബിയിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. ഓരോ രാജ്യത്തെയും ഇന്ത്യൻ എംബസി, കോൺസുലേറ്റ് എന്നിവ മുഖേനയാണ് സ്കോളർഷിപ്പിന് അപേക്ഷിക്കേണ്ടത്. 1-ാം വർഷ ഡിഗ്രി പഠനത്തിന് പേര് രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികൾക്കാണ് വിദേശകാര്യ മന്ത്രാലയം നൽകുന്ന സ്കോളർഷിപ്പ് പ്രോഗ്രാം ഫോർ ഡയാസ്പോറ ചിൽഡ്രൻ എന്ന വിദ്യാഭ്യാസ സഹായം ലഭിക്കുക. 150 വിദ്യാർത്ഥികൾക്ക് പഠന സഹായം ലഭിക്കും. വിദ്യാർത്ഥികൾ 17-നും 21-നും ഇടയ്ക്ക് പ്രായമുള്ളവരായിരിക്കണം. PIO കാർഡുള്ള ഇന്ത്യൻ വംശജർ, NRI സ്റ്റാറ്റസുള്ള ഇന്ത്യൻ പൗരന്മാർ, എമിഗ്രേഷൻ ക്ലിയറൻസ് ആവശ്യമുള്ള രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ തൊഴിലാളികൾ എന്നിവരുടെ മക്കളുടെ ഡിഗ്രി പഠനത്തിന് $4,000 അഥവാ 3,36,400 രൂപ വരെ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പായി ലഭിക്കും. ഈ വർഷം മുതൽ മെഡിക്കൽ പഠനത്തിനും സഹായമുണ്ടാകും. MBBS 2-ാം വർഷം മുതൽ 5-ാം വർഷം വരെയാണ് സ്കോളർഷിപ്പ് ലഭിക്കുക. വിദ്യാർത്ഥികളുടെ മെരിറ്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അർഹരെ തിരഞ്ഞെടുക്കുന്നത്. പ്രവാസികളായ രക്ഷിതാക്കൾക്ക് അപേക്ഷ നൽകാൻ അതത് രാജ്യത്തെ എംബസിയെയോ ഇന്ത്യൻ കോൺസുലേറ്റിനെയോ ബന്ധപ്പെടാം. മീഡിയ 1, ദുബായ്. MES എഞ്ചിനീയറിംഗ് കോളേജ് അലുമിനിയുടെ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. ക്ലബ് റിസോർട്ടിൽ വെച്ച് നടന്ന വാർഷിക ജനറൽ ബോഡിയിൽ 100 കണക്കിന് പൂർവ്വ വിദ്യാർത്ഥികൾ പങ്കെടുത്തു. റയീസ് സാലിഹിനെ പ്രസിഡന്റായും, സപ്ന ഷബീറിനെ ജനറൽ സെക്രട്ടറിയായും, ഷഫീഖിനെ ട്രഷററായും തെരഞ്ഞെടുത്തു. വാർഷിക ജനറൽ ബോഡിയുടെ ഭാഗമായി വർണ്ണാഭമായ കലാപരിപാടികളും സംഘടിപ്പിച്ചു. കുവൈറ്റ് നാവികസേന വടക്കൻ അറേബ്യൻ ഗൾഫിൽ പരിശീലനം നടത്തി. സീ ഷീൽഡ് എന്ന പേരിൽ കോസ്റ്റ് ഗാർഡ്, വെർട്ടിക്കൽ ഏവിയേഷൻ, US നേവി എന്നിവയുടെ സഹകരണത്തോടെയായിരുന്നു പരിശീലനം. സുരക്ഷയും സ്ഥിരതയും നിലനിർത്തൽ, മേഖലയിലെ സമുദ്ര വെല്ലുവിളികൾ നേരിടൽ എന്നിവ ലക്ഷ്യമിട്ടാണ് പരിശീലനം സംഘടിപ്പിച്ചതെന്ന് പ്രതിരോധ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. സമുദ്ര സുരക്ഷയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളെക്കുറിച്ചുള്ള പരിശീലനവും നടന്നു. നാളെ മുതൽ മസ്കറ്റിലെ 2 പാർക്കുകൾ താൽക്കാലികമായി അടച്ചിടും. അൽ നസീം പബ്ലിക് പാർക്കും അൽ മറേറാത്ത് പബ്ലിക് പാർക്കുമാണ് താൽക്കാലികമായി അടച്ചിടുക. മസ്കറ്റ് നൈറ്റ്സിന്റെ ഒരുക്കങ്ങളുടെ ഭാഗമായാണ് തീരുമാനം. മസ്കറ്റ് നൈറ്റ്സിന്റെ പുതിയ അന്തരീക്ഷം സ്വാഗതം ചെയ്യാൻ എല്ലാവരെയും ക്ഷണിക്കുന്നുവെന്ന് മുനിസിപ്പാലിറ്റി പ്രസ്താവനയിൽ പറഞ്ഞു. സൗദി ജുബൈലിൽ വണ്ടർ ഹിൽസ് ശൈത്യകാല ഉത്സവത്തിന് തുടക്കമായി. റോയൽ കമ്മീഷൻ ഏരിയയിൽ
ദരീൻ ബീച്ചിനോട് ചേർന്നുള്ള കുന്നുകളിലാണ് പരിപാടികൾ നടക്കുന്നത്. ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന മേളയിലേക്ക് സന്ദർശകരുടെ തിരക്ക് വർദ്ധിച്ചു. ജുബൈൽ ദറീൻ കുന്നുകൾക്ക് ദൃശ്യചാരുതയാക്കി വണ്ടർ ഹിൽസ് ശൈത്യകാല ഉത്സവത്തിന് കൊടിയേറി. റോയൽ കമ്മീഷൻ ഏരിയയിലെ ദറീൻ ബീച്ചിനോട് ചേർന്നാണ് മേള സംഘടിപ്പിച്ചിരിക്കുന്നത്. വർണ്ണവിളക്കുകളാൽ അലങ്കരിച്ച കുന്നുകൾ സന്ദർശകർക്ക് നല്ലൊരു ദൃശ്യവിരുന്നാണ് സമ്മാനിക്കുന്നത്. ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കും പങ്കെടുക്കാവുന്ന വ്യത്യസ്ത വിനോദങ്ങളും മത്സരങ്ങളും റൈഡുകളും സംഗീത വിരുന്നുകളും ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു വർത്തായിട്ടുള്ള ഒരു ഏരിയയാണ്. കുട്ടികളെ കൊണ്ടുവരാനും കുട്ടികൾക്ക് ടെക്നോളജിനെ പറ്റി ഒരു ഐഡിയ ആണ് ഈ ഒരു വണ്ടർ ഹിൽസ് കൊടുക്കുന്നതായിട്ട് മനസ്സിലായി. വൈകിട്ട് 4 മണിയോടെ ആരംഭിക്കുന്ന മേള അർദ്ധരാത്രി വരെ നീണ്ടു നിൽക്കും. പ്രവേശനം പാസ് മുഖേന നിയന്ത്രിച്ചിട്ടുണ്ട്. റോയൽ കമ്മീഷന്റെ റെക്കീം വിൻഡോ ആപ്ലിക്കേഷൻ വഴി ടിക്കറ്റുകൾ സ്വന്തമാക്കാം. മേള ജനുവരി 11 വരെ നീണ്ടു നിൽക്കും. മീഡിയ 1 ദമ്മാം. പശ്ചിമേഷ്യയിലെ ആഭരണപ്രിയർ ഏറെ ആവേശത്തോടെ കാത്തിരിക്കുന്ന ജ്വല്ലറി ആൻഡ് വാച്ചസ് പ്രദർശനം ജനുവരി 30 തുടങ്ങും. ഖത്തർ ടൂറിസം സംഘടിപ്പിക്കുന്ന പ്രദർശനം 7 ദിവസം നീണ്ടു നിൽക്കും. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ആഭരണ നിർമ്മാതാക്കളും ഡിസൈനർമാരും വിൽപ്പനക്കാരും എല്ലാം അണിനിരക്കുന്ന DJWEയുടെ 21ാമത് പതിപ്പാണ് ഇത്തവണ നടക്കുന്നത്. ദോഹ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്ററാണ് വേദി. പരമ്പരാഗത ഖത്തരി ഡിസൈൻ, ക്ലാസിക്കൽ ഡിസൈനുകൾ എന്നിവയ്ക്കൊപ്പം അത്യാധുനിക മോഡലുകളും പ്രദർശനത്തിനെത്തും. ലോകത്തെ പ്രമുഖ ലക്ഷറി വാച്ച് നിർമ്മാതാക്കളും DECCയിൽ ഉണ്ടാകും. ജനുവരി 30 തുടങ്ങുന്ന പ്രദർശനം ഫെബ്രുവരി 5 വരെ തുടരും. പ്രദർശനത്തിന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നവർക്ക് DJWE വെബ്സൈറ്റ് വഴി രജിസ്റ്റർ ചെയ്യാമെന്ന് അധികൃതർ അറിയിച്ചു. മീഡിയ 1 ദോഹ. മെക്സെവൻ ഹെൽത്ത് ക്ലബിന് സൗദി ജുബൈലിൽ തുടക്കം. പ്രവാസികൾക്കിടയിൽ വ്യായാമം പ്രോത്സാഹിപ്പിക്കുന്നതിനും ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് മോചനം നേടുന്നതിനും ലക്ഷ്യമിട്ടാണ് ക്ലബ് പ്രവർത്തിക്കുകയെന്ന് സംഘാടകർ പറഞ്ഞു. പരിശീലനം തീർത്തും സൗജന്യമായിരിക്കും. ജുബൈൽ ഫിഷ് മാർക്കറ്റിന് സമീപത്തുള്ള പബ്ലിക് പാർക്കിൽ വെച്ചാണ് പരിശീലനം സംഘടിപ്പിക്കുന്നത്. വിന്റർ ട്രാൻസ്ഫറിൽ അൽ നസർ വിടാനൊരുങ്ങി സെനഗലീസ് താരം സാദിയോ മാനെ. ഇറ്റാലിയൻ ക്ലബ് ഇന്റർ മിലാനിലേക്കാണ് മാനെയുടെ കൂടുമാറ്റം. സൗദി മാധ്യമങ്ങളോടാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. 4 വർഷത്തെ കരാറിൽ ബയൺ മൂണിക്കിൽ നിന്നാണ് മാനെ അൽ നസറിലെത്തിയത്. 362 കോടിയായിരുന്നു കരാർ തുക. 2026 വരെയായിരുന്നു താരത്തിന്റെ കരാർ. കരാർ പൂർത്തിയാക്കാൻ 2 വർഷം ബാക്കി നിൽക്കെയാണ് കളമാറ്റം. ചില മത്സരങ്ങൾക്ക് പിന്നാലെ സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയുമായി അഭിപ്രായ വ്യത്യാസമുണ്ടായതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് താരത്തിന്റെ ക്ലബ്ബ് വിടാനുള്ള തീരുമാനം. എന്നാൽ ക്ലബ്ബ് വിടാനുള്ള കാരണം മാനെ ഇതുവരെ വിശദീകരിച്ചിട്ടില്ല. അൽ നസറിനായി 23 മത്സരങ്ങളിൽ നിന്ന് 10 ഗോളുകളാണ് മാനെ നേടിയത്. അഫ്താബ് റഹ്മാൻ, മീഡിയ 1, റിയാദ്. മസ്കറ്റിൽ നടക്കുന്ന വനിതാ ഏഷ്യൻ ജൂനിയർ ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് 2ാം ജയം. മലേഷ്യയെ എതിരില്ലാത്ത 5 ഗോളിന് തോൽപ്പിച്ചു. ആദ്യ മത്സരത്തിൽ ബംഗ്ലാദേശിനെ 1-നെതിരെ 13 ഗോളുകൾക്ക് ഇന്ത്യ തകർത്തിരുന്നു. ഡിസംബർ 15 വരെ മസ്കറ്റിലെ അമേരാത്ത് ഒമാൻ ഹോക്കി സ്റ്റേഡിയത്തിലാണ് ചാമ്പ്യൻഷിപ്പ്. ചൈന, മലേഷ്യ, തായ്ലൻഡ്, ബംഗ്ലാദേശ് എന്നീ ടീമുകൾക്കൊപ്പം ഗ്രൂപ്പ് എയിലാണ് ഇന്ത്യ. സിൽവർ സ്റ്റാർ സ്പോർട്ടിംഗ് ക്ലബ് കുവൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. കെഫാക്കിന്റെ കീഴിൽ നടത്തിയ ടൂർണമെന്റിൽ 15 ടീമുകൾ പങ്കെടുത്തു. ഫൈനലിൽ യങ് ഷൂട്ടേഴ്സ് അബാസിയെ പരാജയപ്പെടുത്തി സിൽവർ സ്റ്റാർ സ്പോർട്ടിംഗ് ക്ലബ് കിരീടം നേടി. ബിഗ് ബോയ്സ് FCക്കാണ് 3ാം സ്ഥാനം. സായി അപ്പുകുട്ടൻ, മൻസൂർ കുന്നത്തേരി എന്നിവർ ചേർന്ന് ട്രോഫി കൈമാറി. ടൂർണമെന്റിലെ മികച്ച കളിക്കാരനായി നിതിനെയും ഗോൾ കീപ്പറായി ഫൈസലിനെയും ടോപ്പ് സ്കോററായി ശ്യാമിനെയും തെരഞ്ഞെടുത്തു. മീഡിയ 1 അക്കാദമിയുടെ കോഴ്സുകൾ ഗൾഫ് നാടുകളിലും ആരംഭിക്കുന്നു. മൊബൈൽ ജേർണലിസം, വിഷ്വൽ മീഡിയ പ്രൊഡക്ഷൻ, കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങിയ മേഖലകളിലാണ് മീഡിയ 1 അക്കാദമിയുടെ കോഴ്സുകൾ ഗൾഫ് നാടുകളിൽ ലഭ്യമാവുക. മീഡിയ 1 വർക്ക്ഷോപ്പുകളായും ദീർഘകാല ഹൈബ്രിഡ് രീതിയിലുള്ള കോഴ്സുകളായും ഡിസൈൻ ചെയ്തിട്ടുള്ള കോഴ്സുകൾ പ്രവാസി കുടുംബാംഗങ്ങൾക്ക് പങ്കെടുക്കാം. അന്താരാഷ്ട്ര കോഴ്സുകളുടെ പ്രഖ്യാപനം മീഡിയ 1 ജിദ്ദയിൽ നടത്തിയ ഹല ജിദ്ദയിൽ നടന്നു. മീഡിയ 1 എക്സിക്യൂട്ടീവ് ഡയറക്ടർ KTMA സലാം, CEO റോഷൻ കക്കാട്, എഡിറ്റർ പ്രമോദ് രാമൻ, കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ മാനേജർ PBM ഫർമീസ്, മീഡിയ 1 അക്കാദമി എക്സിക്യൂട്ടീവ് മാനേജർ റസൽ എന്നിവർ പങ്കെടുത്തു. കാലാവസ്ഥ. ദുബായ് കൂടിയ താപനില
29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 22 ഡിഗ്രി സെൽഷ്യസ്. അബുദാബി കൂടിയ താപനില 28 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 21 ഡിഗ്രി സെൽഷ്യസ്. കുവൈറ്റ് കൂടിയ താപനില 27 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 11 ഡിഗ്രി സെൽഷ്യസ്. മസ്കറ്റ് കൂടിയ താപനില 26 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 18 ഡിഗ്രി സെൽഷ്യസ്. സലാല കൂടിയ താപനില 26 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 17 ഡിഗ്രി സെൽഷ്യസ്. ഖത്തർ കൂടിയ താപനില 28 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 11 ഡിഗ്രി സെൽഷ്യസ്. വിനിമയ നിരക്കുകൾ. സൗദി റിയാൽ 22 രൂപ 59 പൈസ, UAE ദിർഹം 23 രൂപ 10 പൈസ, ഖത്തർ റിയാൽ 23 രൂപ 26 പൈസ, ഒമാൻ റിയാൽ 220 രൂപ 40 പൈസ. കുവൈറ്റ് ദിനാർ 276 രൂപ 3 പൈസ, ബഹ്റൈൻ ദിനാർ 225 രൂപ 2 പൈസ. സ്റ്റാർ പൂർണ്ണമാവുന്നു.